ഹായ്, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. നമ്മൾ കുറേ കാലമായി നമ്മൾ കണ്ടിട്ട് ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസം, ഇല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നു. നമുക്ക് ഈ ഒരു സമയത്ത് കൊറോണ കാലത്ത് അന്ധകാരത്തിലിരിക്കുന്ന ജനത ഒരു വലിയ പ്രകാശം കണ്ടു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് റീജിയണൽ റൂറൽ ബാങ്ക്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇറങ്ങിയിരിക്കുന്നു. എക്സാമിനേഷന് പൊസിഷനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അതിൻ്റെ ഓൺലൈൻ എക്സാമിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചുകൊണ്ട് RRB ഇന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇറങ്ങിയിരിക്കുന്നു. അത് ഒരു ശുഭസൂചകമാണ്. നിരാശയിലാണ്ടിരിക്കുന്ന ജനങ്ങൾക്ക്, ഇല്ലെങ്കിൽ ബാങ്ക് ആസ്പിറൻസിന് അതൊരു സുവർണാവസരമാണ്. നമ്മുടെ ഇതിൽ പറഞ്ഞാൽ അതൊരു സുവർണാവസരമാണ്. നമ്മളത് മുതലാക്കുകയാണ് വേണ്ടത്. സോ RRB റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്, നബാർഡാണ് അതൊന്നും നോക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ കീഴെയാണെങ്കിലും നബാർഡാണ് അതിൻ്റെ മെയിൻ. ഇത് സ്പോൺസർ ബാങ്ക് നമ്മുടെ കേരളത്തിലത് കാനറ ബാങ്കാണ്. ഇതൊക്കെ നമുക്കറിയാം. സോ നബാർഡാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. സോ RRB മീൻസ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്. സോ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്. നമുക്കിവിടെ കേരള ഗ്രാമീൺ ബാങ്കാണ്. സോ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗ്രാമീൺ ബാങ്ക്സ് അതിൻ്റെ പൊസിഷനിലേക്ക് ഇതിലേക്കാണ് വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ക്ലർക്ക്, ഒന്ന് ഓഫീസർ പോസ്റ്റിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കുറച്ച് നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ, നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമെന്ന് കരുതി. അത് നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്ത്, കാരണം ഇത് ഒരു യുഗത്തിൻ്റെ തുടക്കമാണ്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ബാങ്ക് എക്സാമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണെന്ന്. സോ ആ ഒരു ദൗത്യം, അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഇന്ന് എൻ്റെ ചുമലിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ അഡ്വർടൈസ്മെൻറ്റിൽ പുതുതായിട്ട് പറഞ്ഞിട്ടുള്ളത്? സാധാരണ ബാങ്ക് എക്സാമിൻ്റെ പ്രൊസീജിയറിനെക്കാട്ടിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സാധാരണ ബാങ്ക് എക്സാമിൻ്റെ പ്രൊസീജിയറൊക്കെ എന്താണ് കൂടുതലായിട്ട് അറിയാവുന്ന? RRBക്ക് എന്താണ് കൂടുതലായിട്ട് നമ്മൾ പഴയ മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടി നോക്കുന്നത്. സോ RRB CRP മീൻസ് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. RRB 9ാമത്തെ ഇതാണ്. അവർ IBPSന്റെ ഇതിലേക്ക് കടന്നിട്ട് 9ാമത്തെ ഇതിലേക്കാണ് അവർ ടെസ്റ്റിന് ഇത് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഡേറ്റ് ഇട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ഈ കൊറോണ കാലത്ത് ഒത്തിരി പേര് മാനസികമായി ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. ഒന്നും നടക്കില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എല്ലാം തീർന്നു, ഇവിടെ വെച്ച് ബാങ്കുകളെല്ലാം കൂട്ടിക്കെട്ടി പോവുകയാണ്, ഞങ്ങൾക്ക് ഈ കൊറോണ കാരണം ഞങ്ങളുടെ ജീവിതമേ പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാം. അവരോടെല്ലാം ഞാൻ, എൻ്റെ കുട്ടികളോടെല്ലാം ഞാൻ പറയും, ഇത് കഴിഞ്ഞൊരു ദിവസം വരും. ഇതുകൊണ്ടൊന്നും തീരാറില്ല, ഇതുകൊണ്ടൊന്നും ജീവിതം തീരാറില്ല, ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കുകയും ഇത് കഴിഞ്ഞൊരു സമയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ആ സമയം ഒരുങ്ങിയിരിക്കുന്നത് രക്ഷപ്പെടും. അല്ലാത്തവർ അവരുടേതായിട്ടുള്ള സമയങ്ങളിൽ അവരത് കഴിഞ്ഞുകൊണ്ടിരിക്കും. വിഷാദ രോഗമുള്ളവർ വീണ്ടും വിഷാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഉണർന്നെണ്ണീറ്റ് പ്രവർത്തിക്കുന്നവർ, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ കുലുങ്ങയില്ല എന്ന് വിചാരിക്കുന്നവർ, അവർ ജീവിതത്തിൽ രക്ഷപ്പെടും. എന്തെങ്കിലും നിരാശയിലാണ്ട് ഇരിക്കുന്നവർക്കും ഒരു പോസിറ്റിവിറ്റി ആയിക്കോട്ടെ. അതാണ് ഈ അഡ്വർടൈസ്മെന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ RRB ഇങ്ങനെ ഒരു എക്സാം നടത്തിയാൽ എന്തുകൊണ്ടും അതിന് പുറകെ ബാക്കിയുള്ളവരെല്ലാം ആ എക്സാം നടത്തും എന്നുള്ളതാണ് നമ്മുടെ ഈ എക്സാമിന്റെ ഞാൻ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. സോ ഒരാൾ മുൻകൈ എടുത്ത് നടത്തുമ്പോൾ അത് ഇവർ പറഞ്ഞ ഡേറ്റിലല്ലെങ്കിൽ പോലും നടന്നാൽ പുറകെ നിങ്ങൾക്ക് അടുത്ത എക്സാമുകളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ രക്ഷപ്പെടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുന്നത് ആ ഒരു ഇതിലാണ്. ഇന്ന് വിളിച്ചതിനകത്ത് കേരളത്തിൽ വേക്കൻസി ഇല്ല, അത് സംബന്ധിച്ചു. ബട്ട് ഇതാണ് അതിൻ്റെ പോസിറ്റീവ്. ഇതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഉടനെ തന്നെ ബാക്കിയുള്ളവർ SBI നിർത്തിവെച്ചത് ഓർക്കുക. മുംബൈയിൽ അങ്ങനത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് SBI നിർത്തിവെച്ചിരിക്കുന്നത്. ഏറ്റവും കൊറോണ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാടും മുംബൈയാണ്. സോ മുംബൈ SBI ഹെഡ് ഓഫീസ് മുംബൈ ആയതുകൊണ്ട് അവർക്ക് അവിടുന്ന് ബാക്കി പ്രൊസീജിയേഴ്സ് നടത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ബാക്കി സ്റ്റേറ്റിലെ പ്രശ്നങ്ങളല്ല.
അവർക്ക് അവിടെ നിന്ന് നടത്താൻ പറ്റാത്തത് കൊണ്ട് SBIയുടെ റിസൾട്ട് അതങ്ങനെ വെച്ചിരിക്കുക. സോ അതും അധികം താമസിയാതെ തന്നെ അവിടെ ഉള്ളവരും റിക്കവറായി വരുമ്പോൾ അതും താമസിയാതെ ഇതിന് പുറകെ തന്നെ വരും. തൊട്ടു പുറകെ IBPS PO ക്ലർക്ക് വരും. ഓർക്കുക, ഈ കാലം കൊറോണ കാലം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തവർ രക്ഷപ്പെടും. ബാക്കിയുള്ളവർ ഇനിയെങ്കിലും തുടങ്ങുക, ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്നേക്കുക. അതിന് നിങ്ങൾക്കൊരു നാന്ദിയാകും. ഇതൊരു ചരിത്രത്തിന്റെ തുടക്കമാകട്ടെ ഈ IBPS RRB ക്ലർക്ക് ഓഫീസർ സ്കെയിൽ. സോ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിലേക്ക് നമുക്ക് നോക്കാം. സോ RRB ബാക്കിയുള്ളതിന് വ്യത്യസ്തമായ അതിനകത്ത് ചില വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് Aയിൽ ഉൾപ്പെടുന്നത് ഓഫീസേഴ്സ് ആണ്. ഓഫീസേഴ്സ് സ്കെയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി അതെന്താ ഞാൻ പറയാം. ഗ്രൂപ്പ് Bയിൽ ഓഫീസർ അസിസ്റ്റന്റ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്ലർക്ക് എന്ന് പറയാം. സോ ഗ്രൂപ്പ് Bയിൽ ക്ലർക്കും ഉണ്ട്, ഗ്രൂപ്പ് Aയിൽ ഓഫീസർ പോസ്റ്റും ഉണ്ട്. ഇതില് സ്കെയിൽ 1 ഓഫീസർ എന്ന് പറയുന്നതാണ് നമ്മുടെ PO. ഇതും POs തന്നെയാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമുള്ളവരാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തവരും ഡിഗ്രി മാത്രം ആവശ്യമുള്ളവരും അപ്ലൈ ചെയ്യേണ്ടതാണ് ഗ്രൂപ്പ് Bയിലെ ക്ലർക്കും സ്കെയിൽ 1 ഓഫീസർ. സോ നമുക്ക് വേണ്ടത് ക്ലർക്ക് ആൻഡ് സ്കെയിൽ 1 ഇതിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. സ്കെയിൽ 2 ഓഫീസർ എന്ന് പറഞ്ഞാൽ 2 വർഷം എക്സ്പീരിയൻസ് ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് സ്കെയിൽ 2 ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഇത് തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സും ഉണ്ട്. IT, ലോ, അങ്ങനെയൊക്കെ അതൊക്കെ 1 വർഷത്തിലെ എക്സ്പീരിയൻസ് ഉള്ള അവരുടെ റെസ്പെക്റ്റീവ് ഫീൽഡ്സിൽ 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ അങ്ങനെയും അപ്ലൈ ചെയ്യാം. സ്കെയിൽ 3 എന്ന് പറയുമ്പോൾ 5 years ഓഫ് എക്സ്പീരിയൻസ് ആവശ്യമുള്ള അത് ഇച്ചിരി മാനേജർ പോസ്റ്റിലേക്കാണ് അവരെ നോക്കുന്നത്. ഇതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം. സോ ഇത് നിങ്ങൾ കണ്ടു പേടിക്കേണ്ട. നമുക്ക് വേണ്ടത് സ്കെയിൽ 1 PO. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ സ്കെയിൽ 2 IT ഓഫീസറോ അതിനൊക്കെ അപ്ലൈ. IT ഉണ്ട്, ലോ ഉണ്ട്, HR ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും MBA ഉണ്ടെങ്കിലോ LLB ഉണ്ടെങ്കിലോ IT ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ക്ലർക്കും POയുമാണ്. അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവര് ക്ലർക്ക് സ്കെയിൽ 1 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്കെയിൽ 2 അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്പോൾ അവർക്ക് സ്കെയിൽ 1 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഓർക്കുക, ക്ലർക്കും POയും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനകത്തൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷെ PO പോസ്റ്റിൽ തന്നെ 2 എണ്ണം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന്. നിങ്ങൾ സ്കെയിൽ 1 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിൽ 2 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് അതിന്റെ നിയമം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമ്മൾ ഏതിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്ത് ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് സ്കെയിൽ 1 ആണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത്. സ്കെയിൽ 2 എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരും റെസ്പെക്റ്റീവ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. പക്ഷെ ഏതെങ്കിലും ഒരു പോസ്റ്റ് മാത്രമേ ഓഫീസറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലർക്ക് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഏജിലേക്ക് നോക്കാം. എന്താണ് ഏജ് എന്നുള്ളത്. സോ നമുക്ക് ഏജിലേക്ക് നോക്കാം. RRB ബാക്കിയുള്ളവരിൽ വ്യത്യസ്തമാണ്. അത് ഓർക്കുക, വ്യത്യസ്തമാണ് അവരുടെ രീതികളും എല്ലാം. അവരുടെ പൈസ അടച്ചിടുന്ന പത്രങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ്. നമുക്ക് നോക്കാം അതിലേക്ക്. നിങ്ങൾക്കറിയാം, ഒരു ക്ലർക്കിന് ഏജ് സാധാരണ 21 to 28 ആണ്. SBI 20 ആവും, 21 to 28. POയ്ക്ക് 21 to 30 ആണ്. ഇതാണ് മിനിമം ഏജ് 21 ആണ്. IBPS SBIക്ക് അത് 20 ആവും. അത് പിന്നെ സഹിക്കാം. പക്ഷെ RRBയിലേക്ക് നോക്കൂ. അസിസ്റ്റന്റിന് മിനിമം ഏജ് 18 വയസ്സ്, മാക്സിമം 28. അതുപോലെ തന്നെ മാക്സിമം അതുപോലെ തന്നെ നിർത്തിയിട്ടുള്ളൂ. അപ്പോഴും നോക്കുക, അവര് ജനിച്ചത് 2/7/1992 1/7/2022 2002 ഇടയ്ക്കുള്ളവരാണ്. ഈ ഡേറ്റും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരാണെങ്കിൽ പറ്റും, അല്ലാത്തവർക്ക് പറ്റില്ല. സ്കെയിൽ 1 ഓഫീസർ PO
18/30 തന്നെ. ഈ ഡേറ്റ് കൂടെ നോക്കുക. 3/7/90, 30/6/2005 ജനിച്ചവരായിരിക്കണം. ഈ ഡേറ്റുകൾ ഉൾപ്പെടുത്തും കേട്ടോ. അല്ലാതെ 3 അല്ല, 3 തൊട്ട് 30 വരെ. സ്കെയിൽ 2 ഓഫീസർ 21 to 32, 21 to 32. 3/7/1988 to 36/1999. സ്കെയിൽ 3 21 to 40, 3/7/1980, 36/1999. സോ ഇനി നമുക്ക് ഇതിന്റെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ എങ്ങനെയാണ് RRB നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ RRB നഷ്ടത്തിലാണോ ഇല്ലയോ നമുക്ക് പിന്നെ ചിന്തിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, RRB ഇതിനകത്ത് ആളുകളെ സുഖമായി എങ്ങനെ പറ്റിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്തൊരു ക്ലോസും കൂടെ എടുക്കുമ്പോഴേ നമുക്ക് അതിന്റെ തരത്തുള്ളൂ. ഇത് ഏജ് ക്രൈറ്റീരിയ. നീ ഓർമ്മയുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അവിടെ RRB നല്ല വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ ഒരു POയ്ക്കും ഒരു ക്ലർക്കിനും അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ he should be a graduate. He should be a graduate in any discipline. From a recognized university. ഇതാണ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ഇനി നമുക്ക് ഈ ഏജിലേക്കൊന്ന് നോക്കാം. അപ്പോഴാണ് നമുക്ക് ആ വൈരുദ്ധ്യം മനസ്സിലാവുന്നത്. എന്ത് സുന്ദരമായ തട്ടിപ്പാണ് നടത്തുന്നതെന്ന് നിങ്ങളൊന്ന് ഓർക്കുക. നിങ്ങളുടെ സ്വാഭാവികമായി നമ്മുടെ ഒരു നോർമൽ മനുഷ്യൻ, നമ്മൾ ഐൻസ്റ്റീൻ്റെ അത്രയും ബുദ്ധിയൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ ഐൻസ്റ്റീൻ ആണെങ്കിൽ തന്നെ വളരെ സാവകാശമാണ് ആ ബുദ്ധി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയും വലിയ ബുദ്ധിമാന്മാരല്ലാത്തതുകൊണ്ടും ക്ലാസ്സിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ടും സാധാരണ പോലെ പഠിച്ചു പോകുന്നതുകൊണ്ടും ആർക്കും ഡബിൾ പ്രൊമോഷൻ കിട്ടി ജയിച്ചവരില്ല. കാണും, അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കുട്ടികളാണ് ഇത് അപ്ലൈ ചെയ്യാൻ വരുന്നത്. സോ അവർക്കൊക്കെ എല്ലാ ക്ലാസ്സുകളിലും തോക്കാതെ പഠിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഒരാൾ 10ാം ക്ലാസ് ജയിച്ച് വരുമ്പോൾ അയാളുടെ ഏജ് മിനിമം 15 വർഷമായിരുന്നു, 15 ഇയേഴ്സ് ആയിരുന്നു. 10th പാസ്സാവുമ്പോൾ +2 2 വയസ്സും കൂടെ കൂട്ടുക, 17. +2 കഴിഞ്ഞ് ഡിഗ്രി പാസ്സാകണമെങ്കിൽ 3 വർഷം കൂടെ എടുക്കും. ബിടെക് ആണെങ്കിൽ 4 വർഷം എടുക്കും. സോ നമുക്ക് 3 വർഷം ഒന്ന് കൂട്ടുക. 15 + 2 + 3 17, 3 20. സോ ഒരു നല്ല വിദ്യാർത്ഥി, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഡിഗ്രി പാസ്സാകണമെങ്കിൽ ഏത് പൊട്ടന്മാർക്കും അറിയാം അവന് മിനിമം 20 വയസ്സ്. ബിടെക് ആണെങ്കിൽ 21 ഇയേഴ്സ്. പക്ഷെ RRB പറയുന്നത് എന്താ? ഏജ് എത്ര? 18 വയസ്സ്. നിങ്ങൾക്ക് ഏതും കൂടെ വേണം, ഡിഗ്രിയും വേണം. ഇങ്ങനെ അത്ഭുത പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് RRB നടത്തുന്നത്. വേറെ ഒന്നിനും വേണ്ടിയിട്ടാണ്. 18 വയസ്സെന്ന് പറയുമ്പോൾ ചാടി കയറി അപ്ലൈ ചെയ്യും. ഒരാൾക്ക് RRB ഇപ്രാവശ്യം ഫീസ് വെച്ചിരിക്കുന്നത് കോവിഡ് കണക്കെടുത്ത് ഭയങ്കരമായിട്ടുള്ള വർധനയാണ്. സോ നിങ്ങൾ ഓർക്കുക, ഈ 18 വയസ്സ് കഴിഞ്ഞ് എന്നാൽ ഡിഗ്രി പൂർത്തിയാക്കാത്തത് പാവങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യും. ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ യാതൊരു കുഴപ്പമില്ലാതെ RRB അത് മേടിച്ചെടുക്കുകയും. എന്ത് തട്ടിപ്പാണ്! നല്ല സുന്ദരമായ തട്ടിപ്പ്. ഈ 18 മാറ്റിയോട് 21 ആക്കിയാൽ മതി. പക്ഷെ ഈ 18-നും 20-നും ഇടയ്ക്കുള്ള കുട്ടികൾ എത്ര ഉണ്ടെന്ന് നോക്കുക. എത്രയുണ്ട് ആ കുട്ടികളിൽ നിന്നെല്ലാം കിട്ടുന്ന ഫീസ്? എന്നാൽ ഇവർക്ക് നാളെ ഇത് അപ്പോയിൻമെന്റ് കിട്ടിയാൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതുമില്ല. കാരണം അവരൊന്നും ഡിഗ്രി പാസ്സാക്കി വരും. സോ ഇതാണ് ഇതിന്റെ ഒരു തട്ടിപ്പും മോഹവും എന്ന് പറയുന്നത്. സോ ആക്ച്വലി 21 വയസ്സ് തൊട്ട് മാത്രമേ നമുക്ക് പ്രാക്ടിക്കലായ 20 വയസ്സ് എന്ന് കൂട്ടാം, പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് RRB അതൊരു വിനോദമാക്കി വെച്ചിരിക്കുക, കുട്ടികളെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജും തമ്മിലുള്ള അവർ കാണിക്കുന്ന ആ ഒരു കച്ചവട തന്ത്രം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ദെൻ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് വേണം. ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പിന്നെ ടെസ്റ്റ് ഉണ്ടാകുന്നതല്ല, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയാം. നിങ്ങൾ 8ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടോ. ആൻഡ് തേർഡ്, കമ്പ്യൂട്ടർ നോളജ്. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ശ്രദ്ധിച്ചോണം. ഈസ് ഡിസൈറബിൾ, ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. അതെപ്പോഴും ശ്രദ്ധിച്ചോളുക.
ഡിസൈറബിൾ മീൻസ് അഭിലഷണീയം. അഭിലഷണീയം മീൻസ് ഉണ്ടെങ്കിൽ നല്ലത്, നിർബന്ധമില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലത്. കമ്പ്യൂട്ടർ നോളജ്, അതായത് വേറെ എന്താ, എക്സൽ എന്താ അറിയുക, കമ്പ്യൂട്ടറിന്റെ സ്വിച്ചുകളൊക്കെ അറിയുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതറിയാത്ത കുഞ്ഞുങ്ങൾ ഇപ്പം ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം നമ്മൾ പാലിക്കുന്നു, ബേസിക് ക്വാളിഫിക്കേഷൻ എല്ലാം പാലിക്കുന്നു. ആൻഡ് അറിയാം, ഇന്ത്യൻ ഇതായിരിക്കണം, നാഷണലിസ്റ്റ് ആയിരിക്കണം, ടിബറ്റിയൻ, അങ്ങനെ എല്ലാവരും അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, സാധാരണ ഉള്ളത് തന്നെ. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇത് ചുരുക്കാണ്. സോ അറിയാവുന്ന ആൾക്കാർക്ക് പറയണം, വെറുതെ അത് അപ്ലൈ ചെയ്ത് പൈസ പോകരുത് എന്നുള്ളത്. 21 വയസ്സാകാതെ അവർക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി കാര്യം കഴിയാതെ നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതുന്നതിൽ കുഴപ്പമില്ല. എന്നിരുന്നാലും ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്തതേ ഉള്ളൂ. സോ നമുക്ക് മുന്നോട്ട് വരുന്നു. നമുക്ക് അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കണ്ടു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ. പ്രൊഫഷൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദ പാർട്ടിസിപ്പേറ്റിംഗ് ആരാണ്. ഡിസൈറബിൾ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. സോ അത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ ക്ലർക്കിന് ആദ്യം ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് മെയിൻസ് ഉണ്ടായിരിക്കും. പ്രിലിംസിന്റെ മാർക്ക് ഒരിക്കലും മെയിൻസിലേക്ക് കൂട്ടത്തില്ല. മെയിൻസിന്റെ മാർക്ക് വെച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ഓഫീസർ പോസ്റ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഓഫീസർ സ്കെയിൽ 1 മാത്രമാണ്. സ്കെയിൽ 1 നമ്മുടെ PO, എക്സ്പീരിയൻസ് ഇല്ലാത്ത POയ്ക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസ്, അത് കഴിഞ്ഞ് മെയിനിൽ പാസ്സാവുന്നവർക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ദെൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സെലക്ഷൻ. എല്ലാത്തിനും അങ്ങനെ തന്നെ. IPS PO ആണെങ്കിലും അങ്ങനെ തന്നെ, IPS ക്ലർക്കിനാണെങ്കിലും ഇത് തന്നെ, ഏതിനാണെങ്കിലും ഇത് തന്നെയായിരിക്കും. ക്ലർക്കിന് ഇന്റർവ്യൂ ഉണ്ടാകുന്നതല്ല ഗവൺമെന്റ് ബാങ്കുകൾ. ഇനി നമുക്ക് പ്രിലിംസ് ബാക്കിയുള്ള നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതും IPS PO ഇല്ലെങ്കിൽ ക്ലർക്കിന്റെ പ്രിലിംസ് 3 സബ്ജക്റ്റ് ആണ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. മാത്സ് 20, റീസണിങ് 20, ഇംഗ്ലീഷ് 20. സോ ആ ഒരു ഇതിലേക്കായിരിക്കും അവിടെ 1 മണിക്കൂറായിരിക്കും ടെസ്റ്റുകൾ വരുന്നത്. 35 എന്നുള്ളത്, 35 മാത്സ്, 35 റീസണിങ്, 30 ഇംഗ്ലീഷ് എന്നുള്ളതിലേക്ക്. എന്നാൽ RRBയുടെ പ്രിലിംസിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. പ്രിലിംസ് ഓർക്കുക, മാത്സ് 40 മാർക്ക്, ക്വസ്റ്റ്യൻ 40 മാർക്ക്, റീസണിങ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മൊത്തത്തിൽ 80 ക്വസ്റ്റ്യൻ ആണ്, 80 മാർക്കിനാണുള്ളത്. ടൈം ഈസ് 45 മിനിറ്റ്സ്. സോ മറ്റതിൽ നിന്ന് പാടെ വ്യത്യാസമാണ്, അത് ഓർക്കുക, 45 മിനിറ്റ്സ്. ഇനി അത് മാത്രമല്ല, വേറെ പ്രത്യേകത RRBക്ക് IPS PO ക്ലർക്കിന് പ്രിലിംസിന് ഓരോ സബ്ജക്റ്റിനും 20 എന്ന് 1 മണിക്കൂറിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 20 മിനിറ്റ്സ് നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റും ചെയ്യാൻ പറ്റത്തില്ല. അതിനായിട്ടുള്ള ടൈമാണ്. സോ ഇൻഡിവിജ്വൽ ടൈമിംഗ് ആണ് IPS എങ്കിൽ, കോമ്പോസിറ്റ് ടൈമിംഗ് ആണ് RRB. കോമ്പോസിറ്റ് ടൈം മീൻസ് നിങ്ങൾക്ക് മാത്സ് ചെയ്ത് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ റീസണിങ് കൂടുതൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ ചെയ്യണമെന്ന്. ആരും നിങ്ങളെ തടയാൻ വരില്ല, ഒരു കമ്പ്യൂട്ടർ നിങ്ങളെ തടയത്തില്ല. അതാണ് കോമ്പോസിറ്റ് ടൈം. സോ ഇത് പാസ്സായി കഴിഞ്ഞാൽ മെയിൻസിന് IPS POയും ക്ലർക്ക് എന്നൊരു വ്യത്യാസമാണ്. അവിടെ കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവയർനെസ് എന്തെങ്കിലും ടോപ്പിക്കും കൂടെ ഉണ്ട്. ഇപ്പൊ എല്ലാ പരീക്ഷകളിൽ നിന്നും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടർ അവയർനെസ്. എന്നാൽ RRBയിൽ ഇപ്പോഴും അതുണ്ട്. റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ അവയർനെസ്. 200 ക്വസ്റ്റ്യൻ 2 അവേഴ്സ്. അതും ശ്രദ്ധിക്കുക, കോമ്പോസിറ്റ് ടൈമിംഗ് ആണ്. മറ്റേ ഇൻഡിവിജ്വൽ ടൈമിംഗ് അല്ല. IPS POയും ക്ലർക്കിനും എല്ലാം ഇൻഡിവിജ്വൽ ടൈമിംഗ് ആണ്. ഇംഗ്ലീഷിനുള്ള സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് ആ സമയം കഴിയുമ്പോൾ ലോക്കാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും എല്ലാം എടുത്തെഴുതാം. ഇതാണ് അത് തമ്മിലുള്ള എക്സാം പാറ്റേൺ തമ്മിലുള്ള വ്യത്യാസം. RRBയും IPS POയും IPS ക്ലർക്കും തമ്മിലുള്ള വ്യത്യാസം. പരീക്ഷ നടത്തുന്നതല്ല IPS ആണെങ്കിലും വ്യത്യാസം, പാറ്റേണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇതാണ്. സെലക്ഷൻ പ്രോസസ് ഇതാണ്. സ്കെയിൽ 2, 3 ഇതൊന്നും പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമാണ്. ഒറ്റ പരീക്ഷയുള്ളൂ. 200 മാർക്കുള്ളതും. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന് അവരുടെ ഏരിയ, ഇപ്പോൾ IT ഓഫീസറാണെങ്കിൽ അവരുടെ ഇത് കൂടെ കാണും. സോ അത് 50 മാർക്കിന് വരുമ്പോൾ 250 മാർക്കിനായിരിക്കും അവരുടെ ഇത് വരുന്നത്, 2.5 മണിക്കൂർ എന്നുള്ള ഇതിലേക്ക്. സോ അത് അവരുടെ ഒരു സ്പെഷ്യലിസ്റ്റ് പേപ്പറുകളാണ്. ഇതാണ് എക്സാം പാറ്റേൺ. സോ ഇനി വേക്കൻസി നിങ്ങൾ അഡ്വർടൈസ്മെന്റിൽ നോക്കുമ്പോൾ എല്ലാ RRBയുടെയും നോക്കുമ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അവിടെ 0 ആണ്. വേക്കൻസി അസിസ്റ്റന്റിനും ഇല്ല,
ഓഫീസൊന്നുമില്ല. നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ ഏത് RRBക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സോ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയത്തില്ലല്ലോ സാറേ എന്ന് ചോദിച്ചാൽ, ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദി അറിയത്തില്ലെങ്കിൽ പോലും ഇതുണ്ടെങ്കിൽ ഹിന്ദി പഠിച്ചവർക്കാണെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് RRBക്ക് ഏതൊക്കെ ഭാഷയാണെന്ന് നമുക്ക് നിൽക്കാം. ഉദാഹരണം തമിഴ്നാട്, അവിടെ പോയി എഴുതണം. സെൻറ്റർ എവിടെ തരുന്നത് നമുക്കറിയത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോവിഡ് കാലത്ത് ചിലപ്പോൾ തമിഴ്നാട് സെൻറ്റർ ആകാതെ ചിലപ്പോൾ കേരളത്തിൽ തരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ കേരളം വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ വേക്കൻസിയിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വേക്കൻസി മേ സബ്ജക്ട് ചേഞ്ച് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് പിന്നെ പറയുന്നതാണ് വേക്കൻസി. കാരണം ഇപ്പോൾ അറിയിച്ച അനുസരിച്ചാണ് അവർ ആ വേക്കൻസി ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് മാറാം. കാരണം IBPS POക്ക് ഏകദേശം 1000-ഓളം സീറ്റുകൾ അവർ കൂട്ടി. നേരത്തെ തന്ന അഡ്വർടൈസ്മെന്റ് കാണിച്ചതിനെക്കാട്ടി കൂടുതൽ സീറ്റ് അവർ കൂട്ടിയിരുന്നു. അതുപോലെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എവിടെ അപ്ലൈ ചെയ്തതെന്നൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള RRB തിരഞ്ഞെടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റ് വേണം, ഇപ്പോൾ തമിഴ്നാട് വേണമെന്ന് വെച്ചാൽ തമിഴ്നാട് ഗ്രാമീൺ അത് സെലക്ട് ചെയ്ത് അതിൻ്റെ വേക്കൻസി നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യണം. സോ ഇനി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയാൽ എന്താണ് മുന്നോട്ട്, അതാണ് വളരെ സംശയം. ഞങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്യും, നിങ്ങൾക്ക് ക്ലർക്കാണെങ്കിൽ ഇതാണ് അവർ തരുന്ന സെൻറ്ററിൽ പോയി എഴുതണം. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സെൻറ്റർ ഇപ്പോൾ ആലുവയാണെങ്കിൽ പോലും ഇല്ല എറണാകുളം ആണെങ്കിൽ പോലും അവർക്ക് മാറ്റിത്തരാനുള്ള അധികാരമുണ്ട്. അതിനകത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റിലെ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സെൻറ്റർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തമിഴ്നാടാണെങ്കിൽ സേലമാണെങ്കിൽ സേലം തിരഞ്ഞെടുക്കും. കോവിഡിൻ്റെ കാലത്ത് അവിടെ പോകുന്ന റിസ്ക് ആണെങ്കിൽ ചിലപ്പോൾ അത് കൊച്ചിയിലേക്ക് മാറ്റിത്തരും. അതൊക്കെ അവരവരുടെ കയ്യിലേക്ക്. അത് അന്നേരത്തെ സാഹചര്യം പോലായിരിക്കും. എക്സാം വരുന്നത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ആണ് പ്രിലിംസ് നമ്മൾ പറയും. ആ സമയത്തെ സാഹചര്യം പോലിരിക്കും. സോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തതിന് യാതൊരു മടിയും വേണ്ട. അപ്ലൈ ചെയ്തോളുക. ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞത്, ഈ പ്രാവശ്യത്തെ ഫീസ് അവര് 600 നിന്ന് മാറ്റി 850 വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതെ, ഈ പ്രാവശ്യത്തെ ഫീസ് ജനറലിന് OBCക്ക് അത് ആപ്ലിക്കേഷൻ ഫീസ് 850, കഴിഞ്ഞ പ്രാവശ്യം 600. സോ ഒരു കോവിഡ് കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആ സമയത്ത് നമ്മുടെ വയറ്റത്തടിക്കാൻ ഇങ്ങനെയും കുറേ ആൾക്കാർ എന്ത് കാരണത്താൽ 850 ആക്കി എന്നുള്ളതിന് യാതൊരു വിധമായ കാര്യമില്ല. കാരണം താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. നിങ്ങൾക്ക് വേണ്ട പേനയും പെൻസിലും എല്ലാം നിങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. സോ 600 എന്നത് ഒറ്റയടിക്ക് 850 പ്ലസ് ബാങ്ക് ചാർജും. SC/STക്ക് അത് 100 നിന്ന് 175 ആക്കിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്. ഇനിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, 18 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്ക് കേരളത്തിൽ ഇല്ല ഇന്ത്യയിൽ 1,00,000 പേര് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചു. 1,00,000 പേര് 1,00,000 പേര് ചുമ്മാ അപ്ലൈ ചെയ്ത് വെച്ചു. ജനറൽക്കായിട്ട് എത്ര ആയി അവിടെ നിന്ന് പൈസ? 850. നിങ്ങൾ ചുമ്മാ ഒന്ന് കൂട്ടി നോക്കും. 850 കഴിഞ്ഞിട്ട് 5 0 1 2 3 4 5 8,50,00,000. ഇതിനെയാണ് കൈ നനയാതെ മീൻ പിടിക്കുക, ആളുകളെ പറ്റിക്കുക എന്ന് ഞാൻ പറഞ്ഞു. 18-21 വയസ്സിന് ഈ പറഞ്ഞതൊന്നും അല്ല, ഇതിനപ്പുറത്തെ സംഖ്യ. പാവങ്ങൾ പോയി അപ്ലൈ ചെയ്തോളൂ. കേരളത്തിൽ തന്നെയാണ് ഇത്രയും. എത്ര കോടിയാണ് ബാങ്കിൽ കിട്ടുന്നതെന്നോ. ഈ പാവങ്ങൾക്ക് ജോലി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവരെ സുഖമായി പറ്റിക്കുക എന്നുള്ള ഏർപ്പാട് മാത്രമാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾക്കറിയാവുന്നതിലുണ്ടെങ്കിൽ, കാരണം ഫീസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, 850 വന്നിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് കുട്ടികളോട് സഹതാപം കാണിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിന് ഞാൻ RRBയെ വളരെ ആർദ്രവുമായി അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തു, തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ജോലി കിട്ടി. അതിന് IPS ആണെങ്കിലും ഏതിനാണെങ്കിലും ക്ലർക്കാണെങ്കിലും അവിടെ പോയിട്ട് എഴുതണം. SBIക്ക് മാത്രമാണ് നമ്മുടെ സ്ഥലത്ത് നിന്ന് എഴുതാം, എവിടെ സ്റ്റേറ്റ് വേണേലും അപ്ലൈ ചെയ്യാമെന്നുള്ളത്. സോ ഇതിന് നിങ്ങളെ നിങ്ങൾക്ക് ജോലി കിട്ടി, പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയത്തില്ല. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിൻ്റെ ഇല്ലെങ്കിൽ പ്രിഫേർഡ് ലോക്കൽ ലാംഗ്വേജിൻ്റെ RRB എന്താ പറയുന്നത് വെച്ചാൽ അപ് ടു 8th ക്ലാസ് വരെ നിങ്ങൾ ആ ലാംഗ്വേജ് പഠിച്ചിരിക്കണം
8ാം ക്ലാസ് വരെ ആ ലാംഗ്വേജ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണണം. അതിന് മേലോട്ടാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിന്റെ ആവശ്യമില്ല. അവരതിനകത്ത് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് വായിച്ചു കൊണ്ട് മനസ്സിലാകും. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഇല്ലെങ്കിൽ LPT എന്തിനാന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ തമിഴൊന്നും നിങ്ങളുടെ ഇതിനകത്തില്ല. 8ാം ക്ലാസ്സിൽ നിങ്ങൾ തമിഴൊന്നും പഠിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ജോലി കിട്ടിയാൽ TV ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കയറുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് കിട്ടും. അതായത് ഉദാഹരണം തമിഴാണെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം, സ്പീക്ക് ചെയ്യണം. നിങ്ങൾക്ക് വായിക്കാൻ ഒരു പേപ്പർ തരും, ഒരു പാരഗ്രാഫ്, അത് വായിക്കുക, റൈറ്റ് ചെയ്യുക, എഴുതുക, അതിനെക്കുറിച്ച് അവർ പറയുന്നതിനെക്കുറിച്ച് എഴുതുക, സ്പീക്ക് ചെയ്യുക, അവരോട് സംസാരിക്കുക. വളരെ ചെറിയ രീതിയിൽ, അല്ലാതെ വലിയ ഡീറ്റെയിൽ ആയിട്ടല്ല. ഇതിനെയാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് അവർ അഡ്വർടൈസ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് വെറുതെ പറയത്തില്ല, 6 മാസം നിങ്ങൾക്ക് സമയം തരും. 6 മാസം നിങ്ങൾക്ക് ഇതിന് സമയം തരും. നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് വരും. നിങ്ങൾ അതിനകത്ത് ആദ്യത്തേനകത്ത് ഫെയിലായി പോയാലും നിങ്ങൾക്ക് 6 മാസം തരും. TV കഴിയുമ്പോൾ LPT കാണും. LPT പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് അവർക്ക് 6 മാസം തരും. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പഠിച്ചുകൂടെ? മലയാളം ഏറ്റവും പാടുള്ള ലാംഗ്വേജ്. അത് പഠിച്ച നിങ്ങൾക്ക് ഇല്ലേ ഇത്രയും ബാങ്കിൽ ടെസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്ക് അത്രയും പാടൊന്നുമില്ലല്ലോ ഒരു ലാംഗ്വേജ് പഠിക്കാൻ. ഇപ്പോഴേ നിങ്ങൾ അതിനെ തീരുമാനിച്ചാൽ ഈ കോവിഡിന്റെ കാലത്ത് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണം. സോ 6 മാസം നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ 6 മാസത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അവർ വീണ്ടും സമയം തരും. നിങ്ങളുടെ പ്രൊബേഷൻ വരെ അവർ സമയം തന്നുകൊണ്ടിരിക്കും. പ്രൊബേഷൻ 1 വർഷമാണെങ്കിൽ 1 വർഷം വരെ നിങ്ങൾക്ക് സമയം, 2 വർഷമാണെങ്കിൽ 2 വർഷം വരെ സമയം. സോ അത്രമാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഇതാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. അത്രമാത്രം നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരവും ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റാണ്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ, എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ, എന്താണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അപ്ലൈ ചെയ്തോളുക. ഏത് സ്റ്റേറ്റാണോ നിങ്ങൾക്ക് കാര്യം അത് അപ്ലൈ ചെയ്യുക. കേരളത്തിൽ വേക്കൻസി ഇല്ലെന്ന് കരുതി പേടിക്കണ്ട. അതിനകത്ത് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അപ്പുറത്ത് അപ്ലൈ ചെയ്യുക. ചെയ്താണെങ്കിലും നിങ്ങൾക്ക് വെറുതെ നമ്മളൊരു വീട്ടിൽ ഇരുന്ന് ജോലി ഇല്ലായിരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയി ജോലി എടുത്ത് ജീവിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, അപ്പോയിൻമെന്റ് ഏത് സ്റ്റേറ്റിൽ കിട്ടുന്നോ അവിടെ ആയിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ളത്. RRB ആണ്, അതുകൊണ്ട് അവിടുന്ന് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല വേറെ ഇതിലേക്ക്. അത് മാത്രമേ ഉള്ളൂ കാര്യം. എന്നിരുന്നാലും അതൊരു ജോലിയാണ്, ഗവൺമെന്റ് ജോബാണ്, മുന്നോട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇപ്രാവശ്യം ചരിത്രം രചിക്കാൻ പോവുകയാണ് ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ. കാരണം കോവിഡ് കാലത്തെ അതിജീവിക്കുന്ന, കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളോടുകൂടി പരീക്ഷ എഴുതുന്ന ആദ്യത്തെ ആൾക്കാരാകും നിങ്ങൾ. അതാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു എക്സാമിന് വന്നാൽ അതിനായിരിക്കും ആ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത്. എന്നിരുന്നാലും നമുക്ക് നോക്കാം, നിങ്ങൾ സാധാരണ ഒരു എക്സാം ഹോളിലേക്ക് സാധാരണ പോയിക്കൊണ്ടിരുന്നത് പോലെ അല്ല ഈ പ്രാവശ്യം പോകേണ്ടത്. അത് മാത്രം ഓർക്കുക. സാധാരണ നിങ്ങളൊരു എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. തലേ ദിവസം നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ അവിടെ 8 മണിക്കാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമെങ്കിൽ 8 മണിക്ക് നിങ്ങൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുന്നു. ഗേറ്റിൻ്റെ അവിടെ നിങ്ങളെ കയറ്റുന്നു. 9 മണിക്കായിരിക്കും എക്സാം തുടങ്ങുന്നത്. എന്നാൽ ഈ പ്രാവശ്യം കോവിഡ് പ്രമാണിച്ച് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് നിങ്ങൾക്ക് ഓരോ ഇതിലും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് SMS മെയിലോ വരും. നിങ്ങൾ ഇന്ന ടൈമിൽ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് ബാക്കിയുള്ളവരുമായിട്ട് സെയിം ആയിരിക്കത്തില്ല. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ടൈമിംഗ് ആണ് തരുന്നത്, അപ്പോയിൻമെന്റ് വൈസ്. അതായത് ഒരാൾക്ക് 7:30 അവിടെ ചെല്ലണമെങ്കിൽ അയാൾ 7:30 5 മിനിറ്റ് മുമ്പ് അവിടെ ചെന്നിരിക്കില്ല, 15 മിനിറ്റ് അവിടെ ചെന്നിരിക്കണം. അയാൾക്ക് മാത്രമാണ് 7:30 അവിടെ ചെല്ലണം. ഇതാണ് വ്യത്യാസം, ആദ്യത്തെ വ്യത്യാസം. മറ്റേത് എല്ലാവർക്കും റിപ്പോർട്ടിൻ്റെ 8 മണി തന്നെ എല്ലാവരും കൂടി ചെല്ലുക. സോഷ്യൽ ഡിസ്റ്റൻസിങ് നിർബന്ധമാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ക്രൗഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് വരാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പോകണമെന്നർത്ഥം. അതിലെ നിങ്ങൾ ചെല്ലുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവിടെ ചെല്ലണമെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസറിനെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ സേതു എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് ആപ്പ് നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്തുനിന്ന് നിങ്ങളുടെ ഫീച്ചേഴ്സും ഈ കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. അത് കാണിക്കുമ്പോൾ നിങ്ങൾ അവരെ റിസ്ക് ഫാക്ടേഴ്സ് അവർ നോക്കും. അതായത് മോഡറേറ്റ്, ഹൈ, മോഡറേറ്റ് റിസ്ക് ഉണ്ട്, ഹൈ റിസ്ക് ഉണ്ട്.
സോ ആരോഗ്യ സേതു ആപ്പ് നിങ്ങൾ അവരെ കാണിക്കുമ്പോൾ നിങ്ങളുടേത് മോഡറേറ്റ് റിസ്കോ ഹൈ റിസ്കോ ആണെങ്കിൽ നിങ്ങളെ അവർ പരീക്ഷ എഴുതാൻ അനുവദിക്കത്തില്ല. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ തെർമൽ ഗണ്ണ് വെച്ചിട്ട് അവർ നിങ്ങളുടെ ടെമ്പറേച്ചർ അവർ നോട്ട് ചെയ്യും. അതെപ്പോഴും ഓർത്തോളൂ. ടെമ്പറേച്ചർ 99.14 ഫാരൻഹീറ്റ് കൂടുതലാണെങ്കിൽ അവർ നിങ്ങളെ അവിടുന്ന് പറഞ്ഞു. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ദേഹത്ത് എന്തോ ടെമ്പറേച്ചർ കൂടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, ടെൻഷൻ കൊണ്ട്. അങ്ങനെയൊന്നും തലേദിവസം ഒന്നും വരുത്തി വെക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വെറുതെ ടെൻഷൻ അടിച്ചാൽ നിങ്ങളുടെ ടെമ്പറേച്ചർ കൂടും. നിങ്ങൾക്ക് അല്ലാതെ തന്നെ അതിന് സിംറ്റംസ് ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ആരോഗ്യ സേതു ആപ്പ് അല്ലെങ്കിൽ ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ച് ഒത്തിരി കംപ്ലയിൻസ് ഉണ്ട്. നമ്മുടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ഒക്കെ ഒത്തിരി പുറത്ത് പോകുന്നതാണ്. സോ അങ്ങനെ നമുക്ക് നിർബന്ധമില്ല. കാരണം ഈ സ്മാർട്ട് ഫോൺ അവിടെ കാണിച്ചിട്ട് മാത്രമേ. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നിങ്ങൾക്ക് എഴുതേണ്ട നിങ്ങളുടെ റോൾ നമ്പർ ഇതും വെച്ചിട്ട് ഏത് ലാബാണെന്നുള്ളത് അവിടെ വെളിയിൽ തരും. ഈ പ്രാവശ്യം അത് ഉണ്ടാകുന്നതല്ല. നിങ്ങൾ ഈ ആപ്പ് മൊബൈൽ കാണിച്ച് നിങ്ങൾ എലിജിബിൾ ആണെന്ന് കാണിച്ചാൽ മാത്രമേ അകത്തോട്ട് കയറ്റി കൊടുത്തുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഏത് ലാബാണെന്നുള്ളത് അവർ പറയത്തുള്ളൂ. അന്നേരമാണത് അലോട്ട് ചെയ്യുന്നത്. നേരത്തെ അലോട്ട് ചെയ്യത്തില്ല എന്നർത്ഥം. അപ്പോൾ ആരോഗ്യ സേതു ആപ്പ് തെർമൽ കണ്ടുകൊണ്ട് നോക്കുന്നു. ആരോഗ്യ സേതു ആപ്പ് പരിശോധിക്കുന്നു. ഈ ആരോഗ്യ സേതു ആപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ അവിടെ എവിടെയും വെച്ചേക്കണം. തിരിച്ചു കൊണ്ടു എടുക്കുക. അതിനെക്കുറിച്ച് ഷുവർട്ടി ഇല്ല, നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകയില്ല. അതിന് നമുക്ക് ആരോഗ്യ സേതു ആപ്പിനെ കുറിച്ച് കംപ്ലൈൻ്റ് ഉള്ളവർ അത് വേണ്ട. ഡിക്ലറേഷൻ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് തന്നെ ഡിക്ലറേഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് റണ്ണിങ് ഇത് നോസ് ഉണ്ടോ, ഇതുണ്ടോ, സോർ ത്രോട്ട് ഉണ്ടോ എല്ലാം അത് എഴുതിയാൽ മതി. അതിനകത്തുണ്ട്. അതിൽ പൂരിപ്പിച്ച് അത് കൊടുത്താലും മതി. സോ ആരോഗ്യ സേതു ആപ്പ് വേണമെന്ന് നിർബന്ധമില്ല. സോ അത് നിങ്ങൾ എലിജിബിൾ ആണെന്ന് കണ്ടാൽ നിങ്ങളെ അതിലേക്ക് വിടും. അപ്പോഴാണ് നിങ്ങൾക്ക് തരുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് അവിടെ എല്ലാം നിർബന്ധമാണ്. അപ്പോൾ മാത്രമേ നിങ്ങളുടെ എവിടെ ഏത് ലാബിലാണ് ഇരിക്കുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതായിരിക്കാം. ഇതൊക്കെയാണ് അവർ പറയുന്നത്. എത്രമാത്രം പ്രവൃത്തിയിലേക്ക് വരുമെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇത്രമാത്രം പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നിങ്ങൾ കയറുന്നത്. ഇനി കയറുമ്പോൾ എന്തൊക്കെയാണ്? നേരത്തെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് റിക്വയർമെന്റ്? പേന എടുത്താൽ എഴുതു അല്ലേ? പേന, പെൻസില്, പേന, സ്കെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, റബ്ബർ, ഇത് മാത്രമേ കേട്ടതുള്ളൂ. വാച്ചോ ഇതോ ഒന്നും നമുക്ക് കേട്ടത്തില്ല. എന്നാൽ ഈ പ്രാവശ്യം നിങ്ങൾ ചരിത്രമാകാൻ പോവുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ കാര്യങ്ങളും കൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, മാസ്ക്. മാസ്ക് നിർബന്ധമാണ്. മാസ്ക് ഇട്ടേ പറ്റൂ. സെക്കൻഡ്, ഗ്ലൗസും വേണം. മാസ്ക് മാത്രമല്ല, കൈ പൊതിഞ്ഞിട്ടുള്ള ഗ്ലൗസും വേണം. ഇതെല്ലാം മേടിച്ച് വെച്ചോളൂ. സാനിറ്റൈസർ 50 ml എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ കുഴപ്പമില്ല. വലുതാണെങ്കിൽ ചെറിയൊരെണ്ണം സാനിറ്റൈസർ, പേഴ്സണൽ സാനിറ്റൈസർ കൈ വെച്ചേക്കുക. ദെൻ പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അതായത് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും പേഴ്സണൽ ആയിരിക്കും, അതാ കൊടുക്കരുത്. ആ വാട്ടർ ബോട്ടിലും കൈ വെച്ചേക്കുക. പെൻ അത് കൈ വെച്ചേക്കുക. ഇതൊക്കെയാണ് ഈ പ്രാവശ്യം പോകുമ്പോഴുള്ള റിക്വയർമെന്റ്സ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗം ആകാൻ പോവുകയാണ്. പിന്നെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ്ങും വേറൊരാൾക്ക് കൈമാറരുത്. അതെപ്പോഴും ഓർത്തുകൊള്ളണം. ഈ പ്രാവശ്യം തൊട്ട് അത് സ്ട്രിക്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. പേനായോ ഇതൊന്നും കൈമാറണമെന്നാണ്. നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം വാട്ടർ ബോട്ടിലാണെങ്കിലും വേറെ കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മറ്റേതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. ഇറങ്ങി പോകുമ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത് ക്രൗഡ് പാലിക്കാതെ ഇറങ്ങി പോകണമെന്നാണ് അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. നിങ്ങൾ പഴയതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസത്തിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് അടുത്തതിലേക്ക്. പിന്നെ അതുപോലെ അത് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ. പിന്നെ സ്ക്രൈബുമായിട്ട് എഴുതുന്നവർ ഓർക്കുക. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സഹായത്തിന് പോകുന്നവരാണ്. നിങ്ങൾ തമ്മിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ N95 മാസ്ക് തന്നെ ഉപയോഗിക്കണം. N95 മാസ്ക് ആണ്. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ല. അതുകൊണ്ട് N95 മാസ്ക് ഉപയോഗിക്കേണ്ടത് ഉണ്ട്. ഇതൊക്കെയാണ് അതിനകത്ത്. ദെൻ നമ്മൾ സാധാരണ പോകുമ്പോൾ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. സൈനിൻ്റെ സ്ഥാനത്താണ് സൈൻ വന്നതെന്ന് നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ നോക്കുക. പേര് കറക്റ്റ് ആണോ നോക്കുക. പേരിൽ പ്രശ്നം വന്നാൽ അവർ കേട്ടില്ല. അത് നിങ്ങൾ ഓർക്കുക. ആ ഫോട്ടോ തന്നെ ഒട്ടിക്കുക. ദെൻ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് പലർക്കും പറ്റുന്ന അബദ്ധമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒറിജിനൽ ആധാർ കൊണ്ടുപോകും, പക്ഷെ അതിൻ്റെ കോപ്പി എടുക്കത്തില്ല. അവിടെ കോപ്പിയും വേണം, ഒറിജിനലും വേണം.
നിങ്ങൾ ഏത് ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് കൊണ്ടുപോകുന്നോ അതിൻ്റെ ഒറിജിനലും വേണം, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും വേണം, അതിൻ്റെ കോപ്പിയും വേണം. അല്ലെങ്കിൽ അവരത് കേട്ടില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് പഠിച്ചോളുക. ഈ ഇട്ടിരിക്കുന്ന ഉപ്പ് അവിടെ ഉപ്പിട്ടില്ലെങ്കിൽ അവരവിടെ കേട്ടില്ല. പിന്നെ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ www.iups.in ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 4 പേര് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ ഫോട്ടോഗ്രാഫ് വേണം. റീസെന്റ് ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ നല്ലത്. സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ വേണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ് എടുക്കേണ്ടത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എടുക്കുക. ആൻഡ് ഡിക്ലറേഷൻ. ഇപ്പോഴത്തെ എല്ലാ ഇതിലും ഡിക്ലറേഷൻ ഉണ്ട്. ഒരു കാര്യം മാത്രം ഓർക്കുക, സിഗ്നേച്ചർ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ ആകരുത്. നോ ക്യാപിറ്റൽ. ഡിക്ലറേഷൻ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം, വേറൊരു ലാംഗ്വേജിലും അത് സമ്മതിക്കത്തില്ല. ഈ കാര്യമാണ് ഓർക്കേണ്ടത്. ദെൻ ഓൺലൈൻ രജിസ്ട്രേഷൻ 1-ാം തീയതി, നാളെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജൂലൈ 1 മുതൽ 21 ലാസ്റ്റ് ഡേറ്റ്. പേയ്മെന്റും എല്ലാം ആ ഡേറ്റ് തന്നെയാണ്. പ്രിലിംസ് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ 2020 വരുന്നത്. മെയിൻസ് ഒക്ടോബർ നവംബർ 2020 വരും. ആൻഡ് ജനുവരിയിലേക്ക് റിസൾട്ടും പബ്ലിഷ് ചെയ്ത് അലോട്ട്മെന്റിലേക്ക് വരും. ഓർക്കുക, അത്രയും നാൾ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജ് പഠിക്കാൻ സമയമുണ്ട്. വെറുതെ ഇരുന്ന് എക്സ്ക്യൂസ് പറയാം. ഈ കൊറോണ കാലം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ സാധാരണ ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ പുതുമയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ബാങ്ക് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയും നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എൻ്റെ സമയം. RRB എന്ന മുമ്പിലുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിന്റെ പ്രളയങ്ങളായി. അപ്പൊ അതിനെ ഞാൻ എങ്ങനെ നേരിടും? ഞാൻ വീണ്ടും എൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതോ ഞാൻ ഇനിയെങ്കിലും ഉയർത്തെഴുന്നേൽക്കും? ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഞാൻ എൻ്റെ വഴി തുറന്നിട്ട് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കുള്ള വഴി തുറക്കാനായിട്ട് വന്നു, തുറന്നിട്ട് കഴിഞ്ഞു. കൺഫ്യൂഷനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും കൺഫ്യൂഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 21-ാം തീയതി വരെയുണ്ട്. പക്ഷേ ലാസ്റ്റ് ദിവസത്തിലേക്ക് പോകരുത്. അതിന് മുമ്പ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു കൊടുക്കുക, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സോ ഇനി നമുക്ക് മാറ്റത്തിന്റെ പാതയിലേക്കായിരിക്കണം. ഗ്ലൂമി ഡേയ്സ് ആർ ഓവർ. സോ വി ഹാവ് ടു ആക്ട്. നമുക്ക് ഇപ്പോഴെങ്കിലും വർക്ക് ചെയ്താലേ ഞാനായാലും നിങ്ങളായാലും നമുക്ക് മുന്നോട്ടുള്ള ആ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് വരാൻ പറ്റും. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.